السلام عليكم ورحمة الله وبركاته. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. وما توفيقي إلا بالله عليه توكلت وإليه أنيب. وما توفيقي إلا بالله عليه توكلت وإليه أنيب. وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد ذرأنا لجهنم كثيرا من الجن والإنس لهم قلوب لا يفقهون بها ولهم أعين لا يبصرون بها ولهم آذان لا يسمعون بها أولئك كالأنعام بل هم أضل أولئك هم الغافلون. صدق الله مولانا العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. ليس الحياة بأنفاس ترددها بل الحياة حياة الفكر والأدب. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. على محمد سيدنا محمد സ്നേഹാദരവുകൾ നിറഞ്ഞ ബാബ ഉസ്താദ്, മറ്റു പണ്ഡിത മഹത്തുക്കൾ, നാട്ടിലെ കാരണവന്മാർ, രക്ഷിതാക്കൾ, ഉമ്മപങ്കന്മാർ, കേരള മുസ്ലിം ജമാഅത്ത്, SYS, SSF, SBS സംഘകുടുംബങ്ങളിലെ കർമ്മധീരരായ പ്രവർത്തകർ, സഹകാരികൾ, നാട്ടുകാർ, ഉമ്മപങ്കന്മാർ, സഹോദര സഹോദരിമാരെ, സുഹൃത്തുക്കൾ, നമ്മുടെ ഈ പ്രദേശത്ത് നടന്നു വരാനുള്ള മഹത്തായ ബദർ മൗലിദ് മജ്ലിസ് വാർഷിക ദുആ സമ്മേളന സംഗമത്തിലാണ്. محمدا
അടിച്ചാൽ കിട്ടും. പെട്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുകൂടൽ അവന്റെ പൊരുത്തത്തിനായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഈ മജ്‌ലിസിലേക്ക് നാം വന്നണഞ്ഞതും ഇവിടെ ചെലവഴിക്കുന്ന സമയങ്ങളും ഇതിനു വേണ്ടി പ്രവർത്തിച്ചതും സാമ്പത്തിക, ശാരീരിക, മാനസികമായി ഇതിനോട് സഹകരിക്കുന്നതും ഇനിവിടെ നടക്കാനിരിക്കുന്ന പ്രാർത്ഥന മജ്‌ലിസും എല്ലാം അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്ത് നമ്മുടെ ദുനിയവിയും ഉഖ്റവിയുമായ വിജയത്തിനുള്ള നിധാനമായി ഈ മജ്‌ലിസ് അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ദുആ മാത്രം ഒരു ആമീനുമാണ്. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ദ്വാരന്നുകൊണ്ട് മാത്രമാവില്ലല്ലോ, എല്ലാവരും ഉഷാറായി ആമീൻ പറയും. കളിയത്തങ്ങോട്ട് വരാനുള്ള മജ്‌ലിസാണ്, അതുകൊണ്ട് ഉഷാറായിരിക്കും. ആ തണുപ്പൊക്കെ മാറ്റിയിട്ട് നല്ല റാഹത്ത് നേരത്തെ പറഞ്ഞതുപോലെ വാങ്ങു കൊടുത്തു. ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി ഒമ്പത് ജമാഅത്തിൽ തന്നെ പങ്കെടുക്കണം എന്നതിലൊക്കെ പോകാൻ ഒരുങ്ങിയിരിക്കുന്നവരുണ്ട്. അവരൊക്കെ ഒന്നുകൂടി ഉഷാറാക്കി അവിടെ ഇരിക്കുക. ഇൻഷാ അല്ലാഹ് തങ്ങളുപ്പാപ്പത് നമുക്ക് നല്ല ആത്മീയ നേതൃത്വം നൽകി ദുആ ചെയ്തു തരും. എല്ലാ പരിപാടിയും പരിപൂർണമായും കഴിഞ്ഞതിന് ശേഷം ജമാഅത്തായിക്കൊണ്ട് തന്നെ നമുക്ക് നിസ്കരിക്കാം. എല്ലാവരും ഈ യുദ്ധം തീരുന്നത് വരെ ആവേശത്തോടുകൂടെ ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കാംക്ഷിച്ചുകൊണ്ടിരിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. മുസ്ലിമീങ്ങളാകുന്ന നാം വലിയ ഭാഗ്യം സിദ്ധിച്ചവരാണ്. അല്ലാഹു അവന്റെ മഹ്ലായ ഫള് കൊണ്ട് അവന്റെ മതമാകുന്ന പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുവാൻ ഭാഗ്യം നൽകപ്പെട്ടവരാണ് നാം എല്ലാവരും. ഒരുപാട് മതങ്ങൾ ലോകത്തുണ്ടെങ്കിലും ഇസ്ലാമിനെ അതിൽ നിന്നൊക്കെ വ്യതിരിക്തമാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ മതമാണ് ഇസ്ലാം എന്നതാണ് അതിന്റെ ഏക മറുപടി. പ്രപഞ്ച സൃഷ്ടികർത്താവായ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് സംവിധാനിച്ച നിയമങ്ങളാണ് പരിശുദ്ധമായ ഇസ്ലാം. ആ ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി കടന്നു വന്നവരാണ് പ്രവാചകന്മാർ.
പ്രവാചക വരേണ്യന്മാരുടെ ഡ്യൂട്ടി നിർവഹിച്ചുകൊണ്ട് ദീനീ പ്രബോധനം സജീവമാക്കിയവരാണ് സ്വഹാബത്തും താബിയകളും തബഉ താബിയകളും കഴിഞ്ഞുപോയ പൂർവസൂരികളായ മഹത്തുക്കളും മൗലിയാക്കളും ഒക്കെ. അവരുടെ അതേ ഡ്യൂട്ടി തനതായ രൂപത്തിൽ നിർവഹിച്ചുകൊണ്ട് നമുക്കിന്ന് നേതൃത്വം നൽകുന്നവരാണ്. ഇന്ന് നേതൃനിരയിൽ നമുക്ക് മുന്നണി പോരാളികളായി സജീവമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പണ്ഡിത മഹത്തുക്കൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പണ്ഡിതന്മാർക്കും സാദാത്യങ്ങൾക്കുമൊക്കെ ദീർഘകാലം നമുക്ക് നേതൃത്വം നൽകാനുള്ള എല്ലാ കഴിവും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിമീങ്ങളാകുന്ന നാം ഇസ്ലാമിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും അവൻ പഠിപ്പിച്ചു തന്ന ദീനിന്റെ ആശയങ്ങളും ആദർശങ്ങളും മുറുകെ പിടിക്കുകയും ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കേണ്ട മതപരമായ കാര്യങ്ങളും കർമ്മപരമായ കാര്യങ്ങളും ഒക്കെ ചിട്ടയോടെ ജീവിതത്തിൽ വെച്ചു പുലർത്തി യഥാർത്ഥ മുസ്ലിമീങ്ങളായി ജീവിക്കുകയും ചെയ്യേണ്ടവരാണ്. നമുക്ക് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ആശയങ്ങളും ആദർശങ്ങളും നിർദ്ദേശങ്ങളും ജീവിത വഴികളും ചിട്ടകളും അതൊക്കെ ജീവിതത്തിൽ യഥാവിധി വെച്ചു പുലർത്തിക്കൊണ്ട് ജീവിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മുസ്ലിമീങ്ങളാകുന്നത്. പേരിന് മാത്രം മുഹമ്മദ് എന്നോ അബൂബക്കർ എന്നോ ഉസ്മാൻ എന്നോ ഉമർ എന്നോ അതല്ലെങ്കിൽ നഫീസ എന്നോ ഖദീജ എന്നോ ഫാത്തിമ എന്നോ ആയിഷ എന്നോ തുടങ്ങിയുള്ള ഇസ്ലാമിന്റെ നല്ല നല്ല പേരുകൾ ഇട്ടുകൊണ്ട് അത് വിളിച്ചതുകൊണ്ട് മാത്രം ഒരാൾ യഥാർത്ഥ മുസ്ലിം ആകുന്നില്ല. ഒരു മുസ്ലിമിന്റെ ഐഡന്റിറ്റി പരിപൂർണമാകുന്നത്, അവന്റെ ഇസ്ലാം പരിപൂർണമാകുന്നത് ഇസ്ലാമിന്റെ നിയമാവലികളൊക്കെ ജീവിതത്തിൽ യഥാവിധി വെച്ചു പുലർത്തിക്കൊണ്ട് ഞാൻ ഒരു യഥാർത്ഥ മുസ്ലിമാണെന്ന ചിന്തയോടുകൂടെ പരിശുദ്ധമായ ഇസ്ലാം കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ വെച്ചു പുലർത്തുകയും ഇസ്ലാമിന്റെ വിരോധനകളെ മുഴുവനും ജീവിതത്തിൽ നിന്ന് കൈവടിയുകയും ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥ മുസ്ലിമാകുന്നത് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൗതിക ലോകത്തേക്ക് നമ്മെ പടച്ചുവിടുന്ന സമയത്ത് അല്ലാഹു ഒന്നും അറിയാത്തവരായിട്ടാണ് ഭൗതിക ലോകത്തേക്ക് നമ്മെ പറഞ്ഞയച്ചത്. ഈ ഭൗതിക ലോകത്ത് ചെറിയ കുഞ്ഞിളം പൈതലുകളായി ജനിച്ചു വീണവരാണ് നാം എല്ലാവരും. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആരോഗ്യവും ആഫിയത്തും ആയുസ്സും എല്ലാ നിലക്കും അല്ലാഹു നമുക്ക് നൽകി. ഈ മനുഷ്യന്റെ പ്രായപരിധിയിൽ വളരെ പ്രധാനപ്പെട്ട ചില പ്രായപരിധികൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. 3 ഘട്ടങ്ങളാണ് മനുഷ്യനിക്ക് പ്രധാനമായും അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ളത്. ഒന്നവന്റെ ബാല്യകാലമാണ്, മറ്റൊന്ന് യൗവനമാണ്, മറ്റൊന്ന് വാർദ്ധക്യമാണ്. ഈ 3 പ്രായപരിധിയിൽ അവന്റെ ബാല്യകാലം എന്നുള്ളത് അവന്റെ കുട്ടിപ്രായമാണ്. 10-15 വയസ്സ് പ്രായം വരെ അത് അവനിക്ക് തക്ലീഫില്ലാത്ത പ്രായമാണ്. അവന് എന്ത് ചെയ്താലും പ്രവർത്തിച്ചാലും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിചാരണയില്ലാത്ത, അവന്റെ ജീവിതത്തിൽ വന്ന തെറ്റുകുറ്റങ്ങളുടെ പേരിൽ അവനിക്ക് ശിക്ഷയില്ലാത്ത ആ പ്രായമാണ് അവന്റെ കുട്ടിപ്രായം എന്നുള്ളത്. എന്നാൽ ആ പ്രായം കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനിക്ക് വരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രായമുണ്ട്. അത് മനുഷ്യന്റെ യുവത്വ പ്രായമാണ്. ആ യുവത്വ പ്രായം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട പ്രായമാണ്. മനുഷ്യന്റെ ആരോഗ്യവും മനുഷ്യന്റെ ആഫിയത്തും അവന്റെ മജ്ജയും മാംസവും അവന്റെ മസിൽ പവറും എല്ലാം നല്ല പോലെ പ്രകടമാകുന്ന, എനിക്കെന്തിനും കഴിയും, എനിക്ക് ഏതിനും കഴിയും, എനിക്ക് ആരും വേണ്ട, ഞാൻ ഒറ്റക്ക് മതി, എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് മസിൽ പവറുണ്ട്, എനിക്ക് എന്തിനും കഴിയുമെന്ന ഹുങ്കാരത്തോടുകൂടെ മനുഷ്യന് മുങ്ക് നടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു പ്രായപരിധിയാണ് മനുഷ്യന്റെ യുവത്വ പ്രായം എന്നുള്ളത്. ഈ യുവത്വ പ്രായം മനുഷ്യന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട പ്രായപരിധിയായതുകൊണ്ട് തന്നെ ആ പ്രായം നല്ലപോലെ ഗൗനിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ അടുത്ത പ്രത്യേകമായ പരിഗണനയും അള്ളാഹുവിന്റെ ഹബീബിന്റെ അടുത്ത പ്രത്യേകമായ രൂപത്തിലുള്ള യോഗ്യതയും അവർക്ക് പ്രത്യേകമായ പ്രതിഫലങ്ങൾ അള്ളാഹുവിന്റെ ഭാഗത്ത് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൗതിക ലോകത്ത് വളരെ ഉത്കൃഷ്ടരായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരാകുന്നതാണ്. ഈ ഉത്കൃഷ്ടനായി സൃഷ്ടിച്ച മനുഷ്യരാകുന്ന നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്ത് ചെയ്തു തന്ന വലിയ നിഅമത്തിൽപ്പെട്ടതാണ്
നമ്മുടെ ആരോഗ്യം എന്നത്, നമ്മുടെ ആഫിയത്ത് എന്നത്, ആ ആരോഗ്യവും ആഫിയത്തും നല്ല നിലയിൽ ഉപയോഗപ്പെടുത്തുക എന്നത് അത് ബുദ്ധിയുള്ള മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ വളരെ ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കേണ്ടതും അവൻ വളരെ ഗൗരവത്തോടെ കാണേണ്ടതുമാണ്. ഈ സദസ്സിൽ ഒരുപാട് യുവ സുഹൃത്തുക്കൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഈ നാടിന്റെ ഊർജമാണ് ഈ പ്രദേശത്തെ യുവാക്കൾ. ഒരു രാഷ്ട്രത്തിന്റെ ഊർജമാണ്, ഒരു രാഷ്ട്രത്തിന്റെ വലിയ വിഭവമാണ്, ഒരു രാഷ്ട്രത്തിന്റെ വലിയ സമ്പത്താണ്. ആ രാഷ്ട്രത്തിന്റെ യുവോർജം എന്നത്, ആ നാട്ടിലെ യുവാക്കൾ എന്നത്, എന്റെ ശബ്ദം ശ്രവിക്കുന്ന യുവ സുഹൃത്തുക്കളെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരു മനുഷ്യന്റെ ജീവിതയാത്രയിലെ ഏറ്റവും പുഷ്കലമായ കാലഘട്ടമേതാണ്? അത് മനുഷ്യന്റെ യുവത്വ പ്രായമാണ് കേട്ടോ. ആ യുവത്വം നല്ല പോലെ ഗൗനിക്കണം. അത് അല്ലാഹുവിന്റെ പൊരുത്തത്തിലേക്കണം, അല്ലാഹുവിന്റെ തൃപ്തിയിലേക്കണം. വളരെ പ്രധാനപ്പെട്ട കാലഘട്ടമാണ് മനുഷ്യന്റെ യുവത്വ പ്രായമെന്നത്. അത് മനുഷ്യൻ പ്രത്യേകം ഗൗനിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയ ആരോഗ്യമില്ലേ, അവന് നൽകിയ ആഫിയത്തില്ലേ, അവന് നൽകിയ നല്ല സമയമില്ലേ, ആ സമയപരിധിയാണ് അവന്റെ യുവത്വ പ്രായമെന്നത്. ആ യുവത്വത്തെ നല്ല പോലെ മനുഷ്യന് ഗൗനിക്കേണ്ടതുണ്ട്. അവന്റെ സുവർണകാലമാണത്, അവന്റെ ആരോഗ്യത്തിന്റെ സമയമാണത്, അവന്റെ ഊർജ്ജസ്വലതയുടെ സമയമാണത്. അതോടൊപ്പം ധാരാളം ദൗർലഭ്യങ്ങൾ അവനിൽ നിയലിക്കുന്ന സമയമാണത്. അവന്റെ വിചാര വികാരങ്ങൾ അവനിൽ പ്രകടമാകുന്ന സമയമാണത്. അവന്റെ മോഹങ്ങൾ ത്രസിക്കുന്ന സമയമാണത്. അവന് വഴിതെറ്റാനും അവനെ പാഴായി പോകാനും ഏറ്റവും കൂടുതൽ ചാൻസുകളുള്ള സമയമാണത്. അതിനെപ്പറ്റിയ ഖുർആൻ പഠിപ്പിച്ചത് കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ അർആഹു ഇസ്തഗ്നാ. ഖുർആൻ പഠിപ്പിക്കുന്നു, ഇല്ല ഇല്ല, ഒരിക്കലുമില്ല. തീർച്ചയായും മനുഷ്യൻ ധിക്കാരം അനുവർത്തിച്ചു, അവൻ ധിക്കാരം പ്രവർത്തിക്കുകയാണ്. മനുഷ്യൻ അഹങ്കാരം കാണിക്കുകയാണ്, അവന് കിബർ നടിക്കുകയാണ്. അവന് സ്വയം പര്യാപ്തനായി കണ്ടതിലാണത്. അവന് കരുതുന്നു, എനിക്ക് സ്വന്തമായി എല്ലാറ്റിനും കഴിയും, എനിക്ക് സ്വന്തമായി എല്ലാം കഴിയും, എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, എനിക്ക് നല്ല മസിൽ പവറുണ്ട്, എനിക്ക് നല്ല മജ്ജയുണ്ട്, മാംസമുണ്ട്, നല്ല ബോഡി പവറുണ്ട്, അതുപയോഗിച്ചുകൊണ്ട് എനിക്ക് എന്തുമാവാം. ആ ചിന്തയോടുകൂടെ സർവ തോന്നിവാസങ്ങളും ചെയ്തിട്ട്, സർവ അനാശ്വാസ പ്രവർത്തനങ്ങളും ചെയ്തിട്ട്, സർവ അനതരവ പ്രവർത്തനങ്ങളും ചെയ്തിട്ട്, അനിസ്ലാമിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അശ്ലീലതകളുടെ പിന്നാലെ പോയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് കൊടുത്ത ആരോഗ്യത്തിനെ കളഞ്ഞു കുളിച്ചിട്ട് ഈ ലോകത്തെ ഹറാമുമായി ബന്ധപ്പെടുന്ന മനുഷ്യ, പരിശുദ്ധമായ ഇസ്ലാമിന്റെ വിധിവിലക്കുകളെ കാറ്റിൽ പറത്തിയിട്ട് നിന്റെ ആരോഗ്യം കൊണ്ട് കിബർ നടിക്കല്ല, അല്ലാഹു പൊരുത്തപ്പെടാത്തത് ചെയ്യല്ല, ഇസ്ലാമിന്റെ നിയമങ്ങളെ പരസ്യമായി വ്യഭിചരിക്കല്ല. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിം യുവാക്കളെ, യുവതികളെ, മുസ്ലിമീങ്ങളാകുന്ന നമുക്ക് അല്ലാഹു വച്ച നിയമങ്ങളില്ലയോ, നിർദ്ദേശങ്ങളില്ലയോ, പരിധികളില്ലയോ, പരിമിതികളില്ലയോ? ലോകത്ത് ഇസ്ലാമിനോളം വളർന്ന മതമുണ്ടോ? ഇസ്ലാമിന്റെ നിയമങ്ങളെക്കാളേറെ ലോകത്ത് സ്ഥാനമുള്ള, മഹത്വമുള്ള, പവിത്രതയുള്ള മറ്റൊരു മതമുണ്ടോ? മതനിയമങ്ങളുണ്ടോ? പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിയമാവലികളെ ഒരാളെ ഏതാവിധി ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്നുവെങ്കിൽ അവനിക്ക് പിഴക്കാനില്ല, അവനിക്ക് പ്രയാസപ്പെടാനില്ല.
ചതിയിൽ പോയി വീഴുന്നില്ല, അവന് വഞ്ചനകളിൽ അകപ്പെടുന്നില്ല. ഇസ്ലാം പഠിപ്പിച്ച നിയമങ്ങളുണ്ട്, ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങളുണ്ട്. അവന്റെ നടത്തത്തിലും ഇരുത്തത്തിലും കിടത്തത്തിലും ഭോജനത്തിലും വഴികളിലും അവന്റെ ഭക്ഷണ വിധാനങ്ങളിലും കുടിപ്പാനീയങ്ങളിലും അവന്റെ മലമൂത്ര വിസർജന നിയമങ്ങളിലും എല്ലാറ്റിലും അവനിക്ക് പരിശുദ്ധമായ ഇസ്ലാം വെച്ച് തന്ന പവിത്രമായ നിയമങ്ങളില്ലയോ, നിർദ്ദേശങ്ങളില്ലയോ? ആ നിയമങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് കൈമാറി തന്ന ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നേതാവില്ലയോ? ആ നേതാവല്ലേ നമ്മുടെ റോൾ മോഡൽ, ആ നേതാവല്ലേ നമ്മുടെ മാതൃക, അവിടുത്തെ സുന്നത്തല്ലേ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടത്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന യുവ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട യുവതികളെ, പരിശുദ്ധമായ ഇസ്ലാമിൽ മെമ്പറായി ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച നമുക്ക് ഇസ്ലാമിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിയാൽ അത് വലിയ അപകടമല്ലേ? അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച മതനിയമങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ദിശ നിർണയിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിന്റെ നല്ല വഴിയിലേക്കുള്ള കാൽവെപ്പുകൾ നമുക്ക് കാണിച്ചു തന്നത് ഹബീബായ റസൂലല്ലയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നമുക്ക് പരിശുദ്ധമായ ഇസ്ലാം പകർന്നു തന്നത്. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച ഇസ്ലാമിക ചര്യകൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങളായി നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ഇസ്ലാം പരിപൂർണമാകുന്നത്. ഇന്ന് പരിഷ്കാരങ്ങളുടെ പിന്നാലെ പോകുന്ന കാലഘട്ടമാണ്. ഏതൊക്കെയോ ആളുകളെ നമ്മുടെ ജീവിതത്തിന്റെ മോഡലുകളാക്കി അനുകരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഔറത്ത് മറഞ്ഞതായാലും മറക്കാത്തതായാലും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ മറ്റുള്ളവർക്ക് പ്രദർശിപ്പിക്കപ്പെടുന്നതായാലും അല്ലാത്തതായാലും നിര്യാണിക്ക് താഴെയുള്ള വസ്ത്രമായാലും അല്ലാത്തതായാലും ആരെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ മോഡലുകൾ കൊണ്ടുവന്നാൽ അതിന്റെയൊക്കെ പിന്നാലെ പരക്കം പാഞ്ഞിട്ട് ആ മോഡലുകളെ മുഴുവനും അന്ധമായി അനുകരിച്ചിട്ട് ഇസ്ലാമിനെ വലിച്ചെറിയുന്ന ഒരു പുതിയ തലമുറ നമ്മുടെ നാടുകളിൽ വളർന്നു വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ഉമ്മമാരെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ ഹബീബ് നമുക്ക് കാണിച്ചു തന്ന ഇസ്ലാമിന്റെ ചര്യ, അതിനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് കേട്ടോ. ആ ചര്യ നമ്മൾ അനുഗാമനം ചെയ്യുമ്പോ അത് അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള മഹബ്ബത്താണ്. അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള മഹബ്ബത്ത് പ്രകടമാകുമ്പോ അത് അല്ലാഹുവിനോടുള്ള മഹബ്ബത്തിന്റെ മാർഗമാണ്. അതാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരാണോ? അല്ലാഹുവല്ലേ നിങ്ങൾക്ക് വെള്ളം തരുന്നത്, അവനല്ലേ നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത്, അവനല്ലേ നിങ്ങൾക്ക് വായു തരുന്നത്, അവനല്ലേ നിങ്ങൾക്ക് വെള്ളം വെളിച്ചവും തരുന്നത്. എല്ലാം തരുന്ന യജമാനനായ അല്ലാഹ് അവനെ മനുഷ്യന് സ്നേഹിക്കണ്ടയോ? അവനെ മനുഷ്യന് സ്നേഹം വെക്കേണ്ടയോ? അവനെ ആരാധിക്കേണ്ടയോ? അവനെ ഉൾക്കൊള്ളേണ്ടയോ? ആ അല്ലാഹുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റിക്കോളൂ. അങ്ങനെ നിങ്ങൾ എന്നെ പിൻപറ്റിയാലോ യുഹിബ്ബുകുമുല്ലാഹ്,
അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നതാണ്. അല്ലാഹുവിനെ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. നിങ്ങൾ എന്നെ പിൻപറ്റിയാൽ അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. അല്ലാഹുവിന്റെ ഹബീബിനെ നമ്മൾ സ്നേഹിക്കണം കേട്ടോ. നമുക്ക് സ്നേഹിക്കാനുള്ള നേതാവ്, നമുക്ക് അനുകരിക്കാനുള്ള നേതാവ്, നമുക്ക് മദ്ഹ് പറയാനുള്ള നേതാവ്, നമുക്ക് മദ്ഹ് പാടാനുള്ള നേതാവ്, നമുക്ക് പ്രകീർത്തിക്കുവാനും പാടാനും പറയാനും ഒക്കെയുള്ള നേതാവ് അതാരാണ്? ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുന ഹസന. നിങ്ങൾക്ക് മുത്തുനബിയിൽ ഉത്തമമായ മാതൃകയുണ്ട് കേട്ടോ. എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത്, എങ്ങനെയാണ് തലമുടി വെട്ടേണ്ടത്, എങ്ങനെയാണ് താടി വെക്കേണ്ടത്, എങ്ങനെയാണ് മീശ വെക്കേണ്ടത്, എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത്, എങ്ങനെയാണ് നടക്കേണ്ടത്, എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്, എങ്ങനെയാണ് മലമൂത്ര വിസർജനം നടത്തേണ്ടത്, എങ്ങനെയാണ് ഭാര്യ ഭർത്തൃബന്ധം വെച്ച് പുലർത്തേണ്ടത്, അയൽവാസിയോട് എങ്ങനെയാ പെരുമാറേണ്ടത്, എങ്ങനെയാണ് കച്ചവടം നടത്തേണ്ടത്, ഇതര മതസ്ഥരോട് എങ്ങനെയാ പെരുമാറേണ്ടത്, എല്ലാറ്റിനും മാതൃക കാണിച്ചു തന്ന നേതാവ്, ലോകത്തിന്റെ ജേതാവ്, എല്ലാറ്റിലും മാതൃകയുള്ള തുല്യതയില്ലാത്ത നേതാവ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന നമ്മുടെ കരളിന്റെ കാതലായ, നമ്മുടെ ഹൃദയത്തിന്റെ തുടിപ്പായ, നമ്മുടെ സ്നേഹഭാചരമായ ഭാചരമാകേണ്ട ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ തങ്ങളുടെ പേര് കേൾക്കുമ്പോ ഉച്ചത്തിൽ സ്വലാത്ത് ചൊല്ലണം. ആ തങ്ങള് ബദരീങ്ങളുടെ നേതാവാണ്. ബദറിന്റെ പോർക്കളത്തിലേക്ക് ആർത്തലച്ചുലച്ച് വന്ന ആയിരക്കണക്കിന് ശത്രു സൈന്യത്തിന്റെ നേരെ അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്തടക്കമുള്ള മക്കയിലെ കുളകൊമ്പന്മാർക്കെതിരെ ശക്തിയുദ്ധം പടപൊരുതിയിട്ട് ബദറിന്റെ പോർക്കളത്തിൽ വിജയത്തിന്റെ വെന്നിക്കൊടി നാട്ടിയ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വലാത്തിന്റെ ശബ്ദം ഉറക്ക നമ്മുടെ മജ്ലിസിൽ നിന്ന് അലയടിച്ചുയരണം. മദീനയിലേക്ക് നമ്മുടെ സ്വലാത്ത് എത്തണം. ഹബീബായ മുഹമ്മദ് മുസ്തഫ, ഹബീബ് മുഹമ്മദ് മുസ്തഫ ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തേണ്ടത് ഹബീബിന് വേണ്ടിയാണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ ഖണ്ഡത്തിൽ നിന്ന് ശബ്ദമുഖരിതമായ ശബ്ദം വരേണ്ടത് അല്ലാഹുവിന്റെ ഹബീബിന്റെ ശബ്ദത്തിലാണ്, ഹബീബിന്റെ പേര് കേൾക്കുമ്പോഴുള്ള സ്വലാത്തിലാണ്. അതുകൊണ്ട് ഉറക്ക സ്വലാത്ത് ചൊല്ലണം. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ തങ്ങളടക്കമുള്ള സ്വഹാബാ കിറാം, അവരാണല്ലോ ബദരീങ്ങൾ. അവര് ബദറിൽ യുദ്ധം ചെയ്തതിന് വേണ്ടിയാണ്, പരിശുദ്ധമായ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടിയല്ലയോ, ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടിയല്ലയോ, ആ ശത്രു സൈന്യത്തിനോട് സമരം ചെയ്യാനല്ലയോ. അവരൊന്ന് പരിശുദ്ധമായ ഇസ്ലാമിന് വേണ്ടി അടരാടി നമ്മുടെ കരങ്ങളിലേക്ക് ഇസ്ലാം എത്തിച്ചു തന്നിട്ട് ആ ഇസ്ലാമിന്റെ നിയമങ്ങളെ നമ്മൾ കാറ്റിൽ പറത്തിയാൽ, അതിനെ നമ്മൾ മൈൻഡ് ചെയ്യാതിരുന്നാൽ, എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, അള്ളാന്റെ ഹബീബ് വരുത്തപ്പെടാത്ത മോഡലുകളുടെ പിന്നാലെ നമ്മൾ പരക്കം പാഞ്ഞാൽ നമ്മ റസൂലുള്ള ഇഷ്ടപ്പെടുമോ? റസൂലുള്ള നമ്മെ തിരിഞ്ഞു നോക്കുമോ? അള്ളാന്റെ ഹബീബ് നമ്മെ മൈൻഡ് ചെയ്യുമോ? അള്ളാന്റെ
ഹബീബിനെ നമുക്ക് ആഖിറത്തിൽ വെച്ച് കാണേണ്ടയോ? നാളെ നമ്മൾ ഖബറിൽ ചെന്ന് കിടക്കുമ്പോ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ രൂപം നമ്മുടെ മുന്നിൽ കാണിക്കപ്പെട്ടിട്ട് ഇതാരാണെന്നറിയുമോ എന്ന് നമ്മോട് ചോദിക്കുമ്പോ നമുക്ക് പറയാൻ കഴിയണ്ടേ, ഇതെന്റെ നേതാവാണ്, ഈ നേതാവിന് വേണ്ടിയാ ഞാൻ ജീവിച്ചത്, ഈ നേതാവ് പറഞ്ഞ മതനിയമങ്ങളാ ഞാൻ മോഡലാക്കിയത്, അത് പറഞ്ഞുകൊണ്ട് റസൂലുള്ളയാണിതെന്ന് നാളെ ഖബറിൽ വെച്ച് അല്ലാഹുവിനോട് ആ ചോദ്യം ചെയ്യുന്ന മലക്കുകളോട് നമുക്ക് പറയാൻ സാധിക്കേണ്ടയോ? അതിന് സാധിക്കണമെങ്കിൽ ഹബീബനെ നമ്മൾ സ്നേഹിക്കേണ്ടയോ? ഇന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊരുത്തപ്പെടാത്ത പല മോഡലുകളെയുമാണ് നമ്മൾ സ്നേഹിക്കുന്നത്. പുതുതായി ഇറങ്ങുന്ന മോഡലുകളുടെ പിന്നാലെ അന്ധമായി നമ്മൾ പരക്കം പായുകയാണ്. ഒരു മുസ്ലിം ചെറുപ്പക്കാരന്റെ തല മുതൽ അടിവരെ നമ്മളൊരു പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ എന്തൊക്കെ മോഡലുകളാണ്, ആരൊക്കെയോ കൊണ്ടുവരുന്ന അറുവശളന വേഷവിധാനങ്ങളെ പുതിയ പുതിയ മോഡലുകളാക്കി അനുകരിച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ സുന്നത്തുകളെ പരസ്യമായി പാർശ്വവൽക്കരിക്കുന്ന പുതിയ യുവതലമുറ കടന്നു വരുന്ന കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ഹബീബ് പൊരുത്തപ്പെടാത്ത വേഷവിധാനങ്ങൾ നിന്റെ താടിയിൽ വേണ്ട, നിന്റെ തലമുടിയിൽ വേണ്ട, നിന്റെ മോതിരത്തിൽ വേണ്ട, നിന്റെ നടത്തത്തിൽ വേണ്ട, നിന്റെ സംസാരത്തിൽ വേണ്ട, നിന്റെ സംസ്കാരങ്ങളിൽ വേണ്ട. എല്ലാറ്റിലും നമുക്ക് മാതൃകയാരാണ്? ഹബീബായ റസൂലുള്ളയാണ്. ആ ഹബീബിന്റെ സുന്നത്ത് മാറ്റു കുറയൂല, ആ മോഡല് മാറ്റമില്ലാത്ത മോഡലാണ്. ആ മോഡലിലേക്കാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുചരന്മാരും അവരെടുത്ത പേരമക്കളുമായ സയ്യിദന്മാര് നമ്മെ ക്ഷണിക്കുന്നത്. ആ മോഡലിലേക്കാണ് നമ്മുടെ പണ്ഡിതന്മാർ നമ്മെ ക്ഷണിക്കുന്നത്. ആ മോഡലിലേക്കാണ് SSFന്റെ പ്രവർത്തകർ നമ്മെ ക്ഷണിക്കുന്നത്. ആ മോഡലിലേക്കാണ് SYS നമ്മെ ക്ഷണിക്കുന്നത്. ആ മോഡലിലേക്കാണ് കേരള മുസ്ലിം ജമാഅത്ത് നമ്മെ ക്ഷണിക്കുന്നത്. ആ മോഡലിലേക്കാണ് നമ്മുടെ പണ്ഡിതന്മാർ നമ്മെ ക്ഷണിക്കുന്നത്. ആ മോഡലേതാണ്? അതല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുചര്യകളാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, മന അഹബ്ബ സുന്നതി, ആരെങ്കിലും എന്റെ സുന്നത്തിനെ മുറുകെ പിടിച്ചാൽ ഫഖദ് അഹബ്ബനി, അവൻ എന്നെ സ്നേഹിച്ചവനാണ്. വമൻ അഹബ്ബനി, ആരെങ്കിലും എന്നെ സ്നേഹിച്ചാലോ കാന മഈ ഫിൽ ജന്ന, അവൻ എന്റെ കൂടെ നാളെ സ്വർഗീയാരാമത്തിലാണ്. ഹബീബിനോടൊന്നിച്ചു നാളെ സ്വർഗീയാരാമത്തിൽ സന്തോഷത്തോടുകൂടെ സംഗമിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരാ, ഹബീബായ റസൂലുള്ളാഹിനെ വാരിപ്പുണരണം. ആ റസൂലുള്ളാഹിനെ മോഡലാക്കണം. റസൂലുള്ള പൊരുത്തപ്പെടാത്ത മോഡലുകളെ വലിച്ചെറിയണം. അല്ലാഹുവിന്റെ ഹബീബ് വിരോധിച്ച എല്ലാ മോഡലുകളും നമ്മുടെ തലകളിൽ നിന്ന് മാറ്റിവെക്കണം. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനിൽ ഖസഈ, ക്രോപ്പിനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചു. ക്രോപ്പ് സംസ്കാരമില്ലേ ഇന്ന് നമ്മുടെ കുട്ടികൾ തലയിൽ കെട്ടുന്ന സംസ്കാരം? അത് ക്രോപ്പല്ലേ? അപ്പാച്ചി കട്ടുകളും അണ്ണാച്ചി കട്ടുകളും പട്ടാള കട്ടുകളും പോലീസ് കട്ടുകളും വൺ സൈഡ് കട്ടുകളും ഫ്ലവറുകളും ഒക്കെ ആയിട്ട് നമ്മുടെ ചെറുപ്പക്കാരുടെ തലകളുടെ മോഡലുകൾ വികൃതമാണ്, വൈരുദ്ധ്യമാണ്, വൈജാത്യമാണ്. ആ
ആരുടെ പിന്നാലെയാ ചെറുപ്പക്കാരാ നീ പോകുന്നത്? ഏതെങ്കിലും സിനിമ നടൻ അവനഭിനയിക്കുന്ന ഏതോ ഒരു സിനിമയിൽ ഏതോ ഒരു വേഷം കെട്ടുമ്പോ ആ വേഷം നിന്റെ തലയിൽ കെട്ടാനുള്ളതാണോ? നീ മുസ്ലിമല്ലേ? നിന്റെ നേതാവ് റസൂലുള്ളാഹയല്ലേ? നിനക്ക് സംസ്കാരം പഠിപ്പിച്ചത് ഹബീബായ മുത്തുനബിയല്ലേ? ആ റസൂലുള്ളാഹ് വിരോധിച്ചതാണ് ക്രോപ്പ് കേട്ടോ. ഇന്ന് വളരെ വിചിത്രമായ രൂപമാണ് നമ്മുടെ കുട്ടികളുടെ തലകളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ധമായ ഏതൊക്കെയോ പാശ്ചാത്യ സംസ്കാരങ്ങൾ അനുകരിച്ചിട്ട് അതിനെ മുഴുവനും നമ്മുടെ ജീവിതത്തിന്റെ പുതിയ പുതിയ മോഡലുകളാക്കി അവതരിപ്പിച്ചിട്ട് നമ്മുടെ ചെറിയ മക്കളുടെ തലകൾ പോലും പാശ്ചാത്യന്മാരുടെ അമ്മിക്ക് ചുമട്ടിൽ പിടയ വെച്ച അവസ്ഥയിലേക്ക് നമ്മുടെ പുതിയ തലമുറയുടെ പോക്കുകൾ മാറിക്കൊണ്ടിരിക്കുമ്പോ ഇത്തരം സംസ്കാരങ്ങളെ മുഴുവനും നമ്മൾ വലിച്ചെറിയണം കേട്ടോ. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിലേക്ക് ഒരു ചെറിയ കുട്ടി വരികയാണ്. നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വബിയൻ. അല്ലാഹുവിന്റെ ഹബീബ് ഒരു കുട്ടിയെ കാണുന്നു. ഖദ് ഉലിഖ ബഅദു ശഅരി റഅസിഹി. അവന്റെ മുടിയുടെ ഒരു ഭാഗം അതാ നല്ലപോലെ കളഞ്ഞിരിക്കുന്നു. തുരിക ബഅദുഹു. ഒരു ഭാഗം കളയാതെ നീട്ടിവച്ചിരിക്കുന്നു. തങ്ങൾ അതിനെ വിരോധിച്ചു. എന്നിട്ട് റസൂൽ പറഞ്ഞു, ഒന്നുകിൽ ഒരുപോലെ എല്ലാ ഭാഗത്തു നിന്നും പഠിച്ചെടുക്കണം, അല്ലെങ്കിൽ ഒരുപോലെ വളർത്തണം. ഇത് പാടില്ലാത്തതാണ് മോനെ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ചെറിയ കുട്ടി വളരെ മോശമായ രൂപത്തിൽ മുടിവെട്ടിയപ്പോ അത് പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് വിരോധിച്ചില്ലേ? ആ ഹബീബ് വിരോധിച്ച വേഷം ഇന്ന് നമ്മുടെ തലയിൽ കെട്ടാൻ പാടുണ്ടോ? അതുകൊണ്ട് എന്റെ മുസ്ലിം സഹോദരന്മാരോട്, എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് ഞാൻ വളരെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെടാത്ത വേഷം കെട്ടണ്ട. അവിടുന്ന് പൊരുത്തപ്പെടാത്ത വേഷവിധാനങ്ങൾ അന്ധമായി അനുകരിക്കാൻ പാടില്ല. എന്റെ മുസ്ലിം സഹോദരിമാര് വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് പൊരുത്തപ്പെടാത്ത വേഷവിധാനങ്ങൾ അതെന്തിന്റെ പേരിലായാലും നമ്മൾ അനുകരിച്ചുകൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതിനെ മുറുകെ പിടിക്കണം. അതാണ് ഒരു യഥാർത്ഥ ഇസ്ലാം, അതാണ് യഥാർത്ഥ മുസ്ലിമിന്റെ ജീവിത രീതി. അതിനെ നമ്മൾ വലിച്ചെറിഞ്ഞിട്ട് ഏതെങ്കിലുമൊക്കെ വേഷവിധാനങ്ങളുടെ പിന്നാലെ പോയി നമ്മുടെ ഇസ്ലാം നമ്മൾ പണയപ്പെടുത്തിക്കൂടാ. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ ചിന്തിക്കണം. നമ്മളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളാണ്. നബി തങ്ങൾ പഠിപ്പിച്ച ജീവിത രീതികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എല്ലാ അർത്ഥത്തിലും അത് നമ്മുടെ ജീവിതത്തിന്റെ മാതൃകയാക്കി നമ്മുടെ ജീവിതത്തെ മാതൃകയാക്കണം. അവിടുന്ന് പഠിപ്പിച്ച ഏറ്റവും സുന്ദരമായ മോഡൽ, ഒരാള് ഭംഗിക്ക് വേണ്ടിയാണ് വസ്ത്രം ധരിക്കുന്നതെങ്കിൽ ആ ഭംഗി നമുക്ക് പഠിപ്പിച്ചു തന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ. ആ നബി തങ്ങളോളം ഭംഗിയുള്ള മറ്റൊരു നേതാവുണ്ടോ?
അവിടുന്ന് പഠിപ്പിച്ച മുസ്ലിമിന്റെ ചര്യ, അവിടുന്ന് പഠിപ്പിച്ച മുസ്ലിമിന്റെ വേഷം, അതൊരു മുസ്ലിമിനിക്ക് എല്ലാ നിലക്കും നല്ല ഭംഗിയാണ്. അവിടുന്ന് പഠിപ്പിച്ച മുടി, അതാണ് ഒരു മുസ്ലിമിന്റെ ഭംഗി. അവിടുന്ന് പഠിപ്പിച്ച താടി, അതാണ് ഒരു മുസ്ലിമിന്റെ ഭംഗി. അവിടുന്ന് പഠിപ്പിച്ച മീശ, അതാണ് ഒരു മുസ്ലിം ചെറുപ്പക്കാരന്റെ ഭംഗി. അതല്ലാതെ മാറി മാറി വരുന്ന മോഡലുകളല്ല, കണ്ടാൽ തന്നെ കാർക്കിച്ച് തുപ്പിപ്പോകുന്ന മോഡലുകൾ. എന്തൊക്കെ വേഷങ്ങളാണ്, എന്തൊക്കെ കോലങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. അത്യാധുനിക സൗകര്യങ്ങളും കണ്ടുപിടുത്തങ്ങളും കാലഘട്ടങ്ങളിൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് വഴിമാറുമ്പോ എന്തൊക്കെയോ നമ്മുടെ നാടുകളിൽ എന്തൊക്കെയോ കണ്ടുപിടുത്തങ്ങളും ഏതൊക്കെയോ മോഡലുകളും വരുമ്പോ അത് മുഴുവനും മുസ്ലിം അനുകരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ വേഷങ്ങളും ഇസ്ലാമിന്റെ സംസ്കാരങ്ങളും വലിച്ചെറിയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെടാത്തതിന്റെ പിന്നാലെ പോകുന്നത് വലിയ അപകടത്തിലേക്കുള്ള പോക്കാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാ അർത്ഥത്തിലും നമ്മൾ സ്നേഹിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊരുത്തപ്പെടുന്ന ജീവിതം കാഴ്ചവെച്ച് അവിടുത്തെ മഹബത്ത് വെച്ചുകൊണ്ടുള്ള ഒരു നല്ല ജീവിതത്തിലേക്ക് നമ്മൾ മടങ്ങിയാലല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂല കേട്ടോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, നമുക്കിന്ന് ഉപദേശത്തിന് കുറവില്ല. നല്ല വാഴുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്, നല്ല ക്ലാസുകൾ കേൾക്കുന്നുണ്ട്. അതൊന്നും ഉൾക്കൊള്ളാൻ പലപ്പോഴും നമ്മൾ തയ്യാറല്ല എന്നതാണ് വലിയ പ്രശ്നം കേട്ടോ. അതുകൊണ്ട് മുസ്ലിമീങ്ങളാകുന്ന നമ്മൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്തായ ചര്യകൾ ജീവിതത്തിൽ പകർത്തി അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച മതനിയമങ്ങളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് നല്ല ജീവിതം നയിക്കുന്നവരാകണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ ഇസ്ലാം, ആ ഇസ്ലാമിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും മറ്റു മതസ്ഥർ പോലും ശരിവെച്ചുകൊണ്ട് അതിനെ അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നാം അഭിമാനത്തോടുകൂടെ ഇസ്ലാമിന്റെ വേഷവിധാനങ്ങളും ഇസ്ലാമിന്റെ സംസ്കാരങ്ങളും വാരിപ്പുണർന്നുകൊണ്ട് ഞാൻ ഒരു മുസ്ലിമാണെന്ന അഭിമാന ബോധത്തോടുകൂടെ പറയുന്നതിന്റെ പകരം ഇസ്ലാമിന്റെ ചര്യകളെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ പലതിന്റെയും പിന്നാലെ പോകുന്ന ഒരവസ്ഥയിലേക്ക് മാറുമ്പോ അത് നമുക്ക് വലിയ അപകടം വരുത്തുമെന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ആരോഗ്യം ദീനിന് വേണ്ടി നമ്മൾ ചെലവഴിക്കണം. ദീനീ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കണം. അല്ലാഹു വളരെ കുറഞ്ഞ കാലഘട്ടമാണ് ഭൗതിക ലോകത്ത് നമുക്ക് കണക്കാക്കിയത്. ആ കണക്കാക്കിയ കുറഞ്ഞ കാലഘട്ടം അല്ലാഹുവിന്റെ തൃപ്തിയിനായി നമ്മൾ ജീവിക്കണം, അവന്റെ പൊരുത്തത്തിനായി നമ്മൾ ജീവിക്കണം. നമുക്ക് അല്ലാഹു നൽകിയ ആരോഗ്യ സമയമില്ലേ, നമ്മുടെ ആഫിയത്തിന്റെ ഘട്ടമില്ലേ, ആ ആഫിയത്തും ആരോഗ്യവും നമ്മൾ കളഞ്ഞു കുടിക്കാൻ പാടില്ല. അതുകൊണ്ട് നല്ല ജീവിതം നയിച്ച് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ചര്യകൾ മുറുകെ പിടിച്ച് ജീവിക്കുന്നവരായി നമ്മൾ മാറണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.